മക്കളെ, ഗുഡ് മോർണിംഗ്. ഇറ്റ്സ് മീ ജിഷ്ണു. നമ്മൾ ഇന്ന് പുതിയൊരു ചാപ്റ്ററുമായിട്ട് എത്തിയിട്ടുണ്ട്. പ്രിസംസ് അല്ലെങ്കിൽ സ്തംഭങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്റർ ആയിട്ടാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. നമുക്ക് 9ാം ക്ലാസ്സിൽ 12ാമത്തെ ഒരു ചാപ്റ്ററാണ് പ്രിസംസ് അല്ലെങ്കിൽ സ്തംഭങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്റർ. ഓക്കെ, നമ്മൾ ആനുവൽ എക്സാമിന് ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ് സ്തംഭങ്ങൾ പറഞ്ഞുള്ള ഒരു ചാപ്റ്റർ. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് സ്തംഭങ്ങൾ അല്ലെങ്കിൽ പ്രിസം പറഞ്ഞുള്ള ഒരു ചാപ്റ്റർ. ഓക്കെ, നമ്മൾ കുറച്ച് ലേറ്റ് ആയി പോയി, കാരണം നമ്മൾ 1-2 തിരക്കുകളൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു. നമ്മൾ എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് തന്നെ നമ്മൾ ക്ലാസ് ഇടാൻ മാക്സിമം ശ്രമിക്കും. നിങ്ങൾ എന്തായാലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കാരണം നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കതൊരു മോട്ടിവേഷൻ ആണ്. ഓക്കെ, നമുക്ക് എന്തായാലും നമ്മൾ ചാപ്റ്ററിലേക്ക് പോകാം. സ്തംഭങ്ങൾ അല്ലെങ്കിൽ പ്രിസം പറഞ്ഞുള്ള ഒരു ചാപ്റ്റർ. എടാ നോക്കടാ, നമ്മളെടുത്തൊരു ഗിഫ്റ്റ് ബോക്സ് ഉണ്ട്. ഓക്കെ, ഗിഫ്റ്റ് ബോക്സ് ഉണ്ട്. ഇതിന് ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. നമ്മൾ ആ പ്രത്യേകതകളൊക്കെ പറഞ്ഞു തരും. എടാ നോക്കടാ, ഇയാൾക്കൊരു ഉയരം ഉണ്ടല്ലോ അല്ലെ? എനിക്കും ഉണ്ട് ഉയരം. അപ്പൊ ഇയാൾക്കും ഉണ്ട് അതേപോലെ ഉയരം, അതേപോലെ ഒരു പരപ്പും ഉണ്ട്. പരിപ്പല്ല മക്കളെ, പരപ്പാണ് അല്ലെങ്കിൽ ഏരിയ ഉണ്ട്. അപ്പോൾ ഉയരവും പരപ്പുമുള്ള ഏതൊരു രൂപത്തെയും നമ്മൾ എന്താണ് പറയാന്നോ? ഘനരൂപങ്ങൾ അല്ലെങ്കിൽ സോളിഡ്സ് എന്നാണ് പറയുക. എന്താണ്? ഉയരവും പരപ്പുമുള്ള ഏതൊരു രൂപങ്ങളെയും നമ്മൾ ഘനരൂപങ്ങൾ അല്ലെങ്കിൽ സോളിഡ്സ് എന്നാണ് പറയാറ്. ഓക്കെ, ഘനരൂപങ്ങൾ അല്ലെങ്കിൽ സോളിഡ്സ് എന്നാണ് പറയാറ്. മക്കളെ, ഇയാൾ ഒരു ഘനരൂപമാണോ? നോക്കടാ, ഇയാൾക്ക് ഒരു ഹൈറ്റ് ഉണ്ട്. ഓക്കെ, ഇയാൾക്ക് ഒരു പരപ്പില്ലേ? താഴെതാ ഒരു പരപ്പില്ലേ? അപ്പൊ ഇയാളും എന്താണ്? ഇയാളും ഒരു ഘനരൂപമാണ്. നോക്കണം, നമ്മളടുത്തൊരു ഡസ്റ്റർ ഉണ്ട്. ഇയാൾക്കും ഒരു ഹൈറ്റ് ഉണ്ട്, അതേപോലെ ഇയാൾക്കും ഒരു പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ ഉണ്ട്. സോറി, പരപ്പുണ്ട് അല്ലെങ്കിൽ ഹൈറ്റും ഉണ്ട്, പരപ്പും ഉണ്ട്. അപ്പൊ ഇയാളും ഒരു ഘനരൂപമാണ്. ഇപ്പോ ഇയാള് എന്ന് പറയുമ്പോൾ ഈ ഹൈറ്റിനും അതേപോലെ പരപ്പിനും ഉപരി ഇയാൾക്ക് വേറെ ചില പ്രത്യേകതകളുണ്ട്. ഇയാളെ താഴെ ഭാഗം എന്ന് പറയുന്ന നോക്കടാ ചതുരമാണ്. അതേപോലെ മുകൾ ഭാഗം എന്ന് പറയുന്നതും ചതുരമാണ്. അപ്പൊ താഴെ ഭാഗവും മുകൾ ഭാഗവും ഒരേപോലെയാണ്. മാത്രമല്ല, ഇയാളെ ഞാൻ ഇങ്ങനെ വെച്ചു. താഴെ ഭാഗത്ത് നമ്മൾ പറയും പാദം അല്ലെങ്കിൽ ബേസ് എന്ന് പറയും. അപ്പൊ ഇയാളെ നമ്മൾ ഇങ്ങനെ വെച്ചു, അതേപോലെ തിരിച്ച് ഇയാൾ ഇങ്ങനെ വെച്ചാലും മനസ്സിലാവില്ലല്ലോ. താഴെ ഭാഗവും മുകൾ ഭാഗവും ഒരേപോലെ അല്ലേ? കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ വെച്ചാലും മനസ്സിലാവില്ല. അപ്പോ താഴെ ഭാഗം മുകൾ ഭാഗം ഒരേപോലെയാണ്. അപ്പൊ നമുക്ക് പറയണ്ടേ, പാദങ്ങൾ ഒരേപോലെയാണ്. ഇയാളും പാദമാണ്, ഇയാളും പാദമാണ്. കാരണം എന്താ? ഇന്നിപ്പോ നിങ്ങൾ ഇങ്ങനെ വെച്ചു, കുറച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു വെച്ചാൽ പിന്നെ നിങ്ങൾ തലകുത്തി നോക്കേണ്ടി വരില്ലേ? അപ്പോ ഇയാൾ എങ്ങനെ വെച്ചാലും ഇങ്ങനെ വെച്ചാലും ഇയാൾ ഒരേപോലെ തന്നെയാണ്. ഇയാളെ നമ്മൾ പാദം എന്ന് പറയും. രണ്ടാളും പാദങ്ങൾ തന്നെയാണ്. അപ്പൊ നമുക്ക് പറയണ്ടേ, ഒരേ പാദങ്ങൾ ഉള്ളതും പാദങ്ങൾക്കിടയിൽ ഇവിടെ ഒരേ ഹൈറ്റ് ആണ് അല്ലെ? എല്ലായിടത്തും ഒരേ ഹൈറ്റ് ആണ്. അപ്പൊ ഒരേ പാദങ്ങൾ ഉള്ളതും അതേപോലെ ഒരേ ഹൈറ്റ് ഉള്ളതും, ആ പാദങ്ങൾക്കിടയിൽ ഒരേ ഹൈറ്റ് ഉള്ള രൂപങ്ങളെ നമ്മൾ പറയും സ്തംഭങ്ങൾ അല്ലെങ്കിൽ പ്രിസം എന്ന് പറയും. എന്താണ്? ഒരേ പാദമുഖങ്ങൾ അല്ലെങ്കിൽ ഒരേ പാദങ്ങൾ ഉള്ളതും ആ പാദങ്ങൾക്കിടയിൽ ഒരേ ഹൈറ്റ് ഉള്ള രൂപങ്ങളെ നമ്മൾ സ്തംഭങ്ങൾ അല്ലെങ്കിൽ പ്രിസം എന്ന് പറയും. അപ്പൊ സ്തംഭങ്ങൾക്കും അതേപോലെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്കുണ്ട്. അപ്പോ ഇയാൾ ഒരു സ്തംഭം അല്ലെങ്കിൽ ഇയാൾ ഒരു പ്രിസാണ്. മാറിപ്പോകരുത്. സോളിഡ്സ് എന്താണെന്നും സ്തംഭങ്ങൾ എന്താണെന്നും മാറിപ്പോകരുത്. ഉയരവും അല്ലെങ്കിൽ പരപ്പും അല്ലെങ്കിൽ ഏരിയയും ഉള്ള ഏതൊരു രൂപത്തെയും നമ്മൾ സോളിഡ്സ് അല്ലെങ്കിൽ ഘനരൂപങ്ങൾ എന്ന് പറയും. പക്ഷെ സ്തംഭങ്ങൾ എന്ന് പറയുമ്പോൾ താഴെ ഭാഗവും മുകൾ ഭാഗം ഒരേപോലെ ആയിരിക്കണം. അതായത് പാദങ്ങൾ ഒരേപോലെ ആയിരിക്കണം. പാദങ്ങൾക്കിടയിൽ ഒരേ ഹൈറ്റും ആയിരിക്കണം. നമുക്ക് സിമ്പിൾ ആയിട്ട് അങ്ങനെ ഒരു ഉദാഹരണം പറയാം. ഓക്കെ, സിമ്പിൾ ആയിട്ട് അങ്ങനെ ഒരു ഡെഫിനിഷൻ ഉണ്ട്. റെഡി ആണോ? ഓക്കെ, അപ്പോ ഇയാള് സ്തംഭാണെന്ന് നമ്മൾ പറഞ്ഞു. ഇയാളുടെ ബേസ് അല്ലെങ്കിൽ പാദം നോക്കടാ ചതുരമല്ലേ? ഇയാളുടെ ബേസ് അല്ലെങ്കിൽ താഴെ ഭാഗം എന്ന് പറയുന്നത് ചതുരാണ്. അപ്പൊ ഇയാളെ നമുക്ക് വിളിക്കാം റെക്ടാങ്കുലാർ പ്രിസം അല്ലെങ്കിൽ ചതുരസ്തംഭം എന്ന് വിളിക്കാം. നോക്കടാ, നമ്മുടെ അടുത്തൊരു സ്തംഭം കൂടി ഉണ്ട്. കാരണം എന്താ? ഇയാളും ഒരു സ്തംഭമാണ്. കാരണം ഇയാളുടെ മുകൾ ഭാഗവും താഴ്ഭാഗവും ഒരേപോലെയാണ്. പാദങ്ങൾ ഒരേപോലെ തന്നെയാണ്. അപ്പൊ ഇയാളും എന്താണ്? ഇയാളും ഒരു സ്തംഭമാണ്. ഇയാളുടെ ബേസ് അല്ലെങ്കിൽ പാദം എന്ന് പറയുന്നത് ത്രികോണമാണ്. അതുകൊണ്ട് തന്നെ ഇയാളെ ട്രയാങ്കുലാർ പ്രിസം അല്ലെങ്കിൽ ത്രികോണ സ്തംഭം എന്ന് പറയാം. നമുക്ക് എന്താണ്? പാദം ചതുരമാണെങ്കിൽ അതിനെ നമ്മൾ റെക്ടാങ്കുലാർ പ്രിസം എന്ന് പറയും. പാദം ത്രികോണമാണെങ്കിൽ, അത് ട്രയാങ്കിൾ ആണെങ്കിൽ അയാളെ നമ്മൾ ട്രയാങ്കുലാർ പ്രിസം എന്ന് പറയും. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ മക്കളെ, ഇയാളെ നമ്മൾ എന്താ പറയാ? ഇയാളുടെ പാദം എന്താകൃതിയാണ്? വൃത്തം അല്ലെങ്കിൽ സർക്കിൾ ആണ്. ഇയാളെ നമ്മൾ സർക്കുലാർ പ്രിസം അല്ലെങ്കിൽ വൃത്തസ്തംഭം എന്ന് പറയും. എടാ, ഈ സ്തംഭത്തിൽ നിന്നും ഈ മറ്റ് രണ്ട് ഈ സ്തംഭങ്ങൾ വളരെ വ്യത്യസ്തമായ രണ്ട് സ്തംഭങ്ങളാണ്. അത് നമ്മൾ പറഞ്ഞു തരും കേട്ടോ.
അപ്പൊ ഏതൊരു സ്തംഭത്തിനും പേര് നൽകുന്നത് അതിന്റെ പാദത്തിന്റെ അടിസ്ഥാനമാണ്. പാദം ത്രികോണമാണെങ്കിൽ അതിനെ നമ്മൾ ത്രികോണ സ്തംഭം എന്നും, പാദം ചതുരമാണെങ്കിൽ അതിനെ ചതുരസ്തംഭം എന്നും, പാദം വൃത്തമാണെങ്കിൽ അതിനെ നമ്മൾ വൃത്തസ്തംഭം എന്ന് പറയും. എടാ മക്കളെ, അപ്പൊ നമ്മൾ പാദം എന്ന് പറയുന്നത് പാദത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഏതൊരു സ്തംഭത്തിനും പേര് നൽകുന്നത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ പാദം 5 വശമുള്ള പെന്റഗൺ അല്ലെങ്കിൽ പഞ്ചഭുജം ആണെങ്കിൽ അയാൾക്ക് എന്ത് പറയും? ബിസിൽ വേറെ ഒന്നുമല്ല, പഞ്ചഭുജ സ്തംഭം അല്ലെങ്കിൽ പെന്റഗണൽ സ്തംഭം എന്ന പാദം 6 വശമാണെങ്കിൽ അയാളെ നമ്മൾ ഹെക്സഗണൽ പ്രിസം അല്ലെങ്കിൽ ഷഡ്ഭുജ സ്തംഭം എന്ന് പറയും. എടാ നോക്കടാ മക്കളെ, നോക്കടാ, ഇയാളുടെ ബേസ് താഴെ ഭാഗം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബേസ് അല്ലെങ്കിൽ പാദം എന്ന് പറയുന്നത് എപ്പോഴും താഴത്തെ ഭാഗത്തെ മാത്രമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇയാളും പാദമാണ്. കാരണം എന്താ? ഇയാൾ ഇങ്ങനെ വെച്ചാലും പ്രശ്നമില്ല, ഇയാൾ ഇങ്ങനെ വെച്ചാലും പ്രശ്നമില്ല. മാത്രമല്ല ഇയാൾക്കും ഒരേ അളവായിരിക്കും. അപ്പൊ ഇയാള് പാദമാണെങ്കിൽ ഇയാളും പാദമാണ്. അങ്ങനെയാണ് ഇയാളും പാദമായത്. ഓക്കെ, ആ ഒരു കൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കി വെക്കാൻ കേട്ടോ. ഓക്കെ, ഇയാളുടെ പാദം എന്ന് പറയുന്നത് ത്രികോണമാണ്, ഇയാളുടെ പാദം എന്ന് പറയുന്നത് ചതുരമാണ്. ഓക്കെ, അപ്പൊ അടുത്ത ഒരാൾ എന്ന് പറയുന്നത് പെന്റഗൺ ആയിരിക്കും, 5 വശമുള്ള ചങ്ങായിരിക്കും, പിന്നെ 6 വശമുള്ളതായിരിക്കും. അപ്പൊ കോമൺ ആയിട്ട് ഇത്തരം വശങ്ങളുള്ള രൂപങ്ങളെ നമ്മൾ പോളിഗൺ അല്ലെങ്കിൽ ബഹുഭുജങ്ങൾ എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോ ഒരു സ്തംഭത്തിന്റെ ബേസ് പോളിഗൺ ആണെങ്കിൽ അത്തരം സ്തംഭങ്ങളെ ഒരു ബഹുഭുജത്തിന്റെ ബേസ് അല്ലെങ്കിൽ പാദങ്ങൾ പോളികൾ ആണെങ്കിൽ അത്തരം സ്തംഭങ്ങളെ നമ്മൾ ബഹുഭുജ സ്തംഭങ്ങൾ എന്ന് നമ്മൾ പറയും. ബഹുഭുജ സ്തംഭങ്ങൾ എന്ന് പറയും. ഓക്കെ, അത് മാറിപ്പോകരുത്. ബഹുഭുജ സ്തംഭങ്ങൾ. ഓക്കെ, അപ്പോ ഇയാൾ ഒരു ബഹുഭുജ സ്തംഭമാണോ മക്കളെ? ഇയാളുടെ ബേസ് എന്ന് പറയുന്നത് വൃത്താകൃതിയാണ് അല്ലെങ്കിൽ സർക്കിൾ ആണ്. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പഠിച്ചിട്ടുണ്ടോ വൃത്തം എന്ന് പറയുന്നത് പോളികളാണ് അല്ലെങ്കിൽ ബഹുഭുജമാണ്? നമ്മൾ ഇതുവരെ എവിടെയും പഠിച്ചിട്ടില്ല. അതുകൊണ്ട് ഇയാൾ ഒരു ബഹുഭുജ സ്തംഭമല്ല, ഇയാൾ ഒരു വെറും സ്തംഭമാണ്. ഓക്കെ, അത് നമ്മൾ മാറിപ്പോകരുത് കേട്ടോ. ഇന്ന് നമ്മൾ നിലവിൽ പഠിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇവയുടെയൊക്കെ വ്യാപ്തം അല്ലെങ്കിൽ വോളിയാണ്. എങ്ങനെയാണ് ഒരു സ്തംഭത്തിന്റെ വോളിയം കാണാന്ന് ആണ് നമ്മൾ നിലവിൽ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പരപ്പളവ് എന്ന് പറഞ്ഞാൽ പരപ്പിന്റെ അളവ്, അതേപോലെ പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് എന്ന് പറയുന്നത് ചുറ്റുമുള്ള അളവാണ്. പക്ഷെ വ്യാപ്തം അല്ലെങ്കിൽ വോളിയം എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു കൺസെപ്റ്റ് നമ്മുടെ ഉള്ളിലേക്ക് വരാറില്ല, അല്ലെ? വ്യാപ്തം എന്ന് പറഞ്ഞാൽ ഉള്ളളവ് അല്ലെങ്കിൽ ഒരു വസ്തുവിന്റെ ഉള്ളിലെ അളവിനെയാണ് നമ്മൾ വ്യാപ്തം എന്ന് പറയുന്നത്. കാരണം നമ്മളടുത്ത് ഈ ഒരു സ്തംഭമുണ്ട്, ഈ സ്തംഭത്തിന് ഉള്ളിലൊരു അളവ് ഉണ്ടാവില്ലേ, അതിന് ഉള്ളിലൊരു സ്ഥലം ഉണ്ടായിരിക്കും. ആ സ്ഥലത്തിനൊരു അളവ് ഉണ്ടായില്ലേ, ആ അളവിനെയാണ് നമ്മൾ ഈ സ്തംഭത്തിന്റെ വ്യാപ്തം അല്ലെങ്കിൽ വോളിയം എന്ന് പറയുന്നത്. ഓക്കെ, വളരെ ഉദാഹരണമായിട്ട് നമ്മളടുത്തൊരു കുഞ്ഞു ബോക്സ് ഉണ്ട്. ഓക്കെ, കുഞ്ഞു ബോക്സ് നമ്മൾ വ്യാപ്തം കാര്യങ്ങൾ നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചാണ്. പക്ഷെ എന്നാലും നമ്മൾ പഠിക്കുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുമ്പോൾ ഒന്നുകൂടെ സുഖമാണ്. കാരണം ഒന്നാമത്തെ അത്രയും ടൈറ്റിൽ ഒരു ചാപ്റ്റർ ആകുമ്പോൾ നമ്മൾ കൺസെപ്റ്റുകളും ബേസ് കൺസെപ്റ്റ് ആക്കി ഉറപ്പിച്ചാൽ പിന്നെ നമുക്ക് പിന്നീടുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. നമുക്കൊരു ബോക്സ് ഉണ്ട്, ഈ ബോക്സിൽ ഞാൻ നിറയെ വെള്ളം നിറയ്ക്കുകയാണ്. നിറയെ വെള്ളം നിറച്ചെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഈ ബോക്സിന്റെ ഉള്ളിൽ നിറയെ വെള്ളം നിറച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളത്തിന് ഈ ബോക്സിന്റെ ഉള്ളിൽ നിൽക്കാനായിട്ടുള്ള സ്ഥലം ഉണ്ടായിരിക്കില്ലേ, ആ സ്ഥലത്തിന് ഒരു അളവുണ്ടായിരിക്കുമല്ലേ, ആ സ്ഥലത്തിന്റെ അളവിനെയാണ് ഈ സ്തംഭത്തിന്റെ, ഇയാളൊരു സ്തംഭം തന്നെയാണ്, ഈ സ്തംഭത്തിന്റെ വ്യാപ്തം അല്ലെങ്കിൽ ഈ വസ്തുവിന്റെ വോളിയം എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ബോക്സിന്റെ ഉള്ളിൽ എത്ര ലിറ്റർ വെള്ളം ഉണ്ട് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ സ്തംഭത്തിന്റെ വ്യാപ്തം അല്ലെങ്കിൽ വോളിയം നമ്മൾ കണ്ടാൽ മതി. ഓക്കെ, ഈ വസ്തുവിന്റെ ഉള്ളിൽ പകുതിയെ വെള്ളം നിറച്ചിട്ടുള്ളൂ എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ വസ്തുവിൽ എത്ര ലിറ്റർ വെള്ളം ഉണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ സ്തംഭത്തിന്റെ വോളിയം കണ്ടിട്ട് അതിന്റെ പകുതി കണ്ടാൽ ഇതിലുള്ള വെള്ളത്തിന്റെ അളവ് കിട്ടും, പകുതിയാണെങ്കിൽ. ഓക്കെ, ഇതിൽ നമ്മൾ നിറയെ വെള്ളമുണ്ട്, അപ്പോൾ ഈ വസ്തുവിന്റെ വോളിയം കാണുന്നതും ഈ വസ്തുവിലെ വെള്ളത്തിന്റെ ലിറ്റർ കാണുന്നതും ഒരേപോലെ തന്നെയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഏതൊരു സ്തംഭത്തിന്റെയും അല്ലെങ്കിൽ ഏതൊരു ബഹുഭുജ സ്തംഭത്തിന്റെയും വ്യാപ്തം അല്ലെങ്കിൽ വോളിയം കാണാനാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞു ഘനരൂപങ്ങൾ അല്ലെങ്കിൽ സോളിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ഉയരവും പരപ്പും. പരിപ്പല്ല മക്കളെ, പരപ്പാണ്. ഉയരവും പരപ്പുമുള്ള ഏതൊരു രൂപത്തെയും നമ്മൾ ഘനരൂപങ്ങൾ അല്ലെങ്കിൽ സോളിഡ്സ് എന്ന് പറയും. സ്തംഭങ്ങൾ എന്താണ്? ഒരേ പാദങ്ങളുള്ളതും ആ പാദങ്ങൾക്കിടയിൽ ഒരേ ഉയരമുള്ള രൂപങ്ങളെ നമ്മൾ സ്തംഭങ്ങൾ എന്ന് പറയും. എന്താണ് മക്കളെ ബഹുഭുജ സ്തംഭങ്ങൾ? ഒരു സ്തംഭത്തിന്റെ പാദം ബഹുഭുജമാണെങ്കിൽ അത്തരം സ്തംഭങ്ങളെ നമ്മൾ ബഹുഭുജ സ്തംഭങ്ങൾ എന്ന് പറയും.
എല്ലാ സ്തംഭങ്ങളും എല്ലാ ബഹുഭുജ സ്തംഭങ്ങളും സോളിഡ്സ് അല്ലെങ്കിൽ ഘനരൂപങ്ങളാണ്. പക്ഷെ എല്ലാ ഘനരൂപങ്ങളും അല്ലെങ്കിൽ സോളിഡ്സും സ്തംഭങ്ങളും ബഹുഭുജങ്ങളും അല്ല എന്ന് നമ്മൾ ഓർത്ത് വെക്കണം. ഓക്കെ, അഗെയിൻ നമ്മൾ വരുന്നു വ്യാപ്തം അല്ലെങ്കിൽ വോളിയം എന്ന കൺസെപ്റ്റിലേക്ക് വരുന്നു നമ്മൾ. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് ആണ് വ്യാപ്തം അല്ലെങ്കിൽ വോളിയം എന്ന് പറയുന്നത്. നമ്മൾ ഒരു കൺസെപ്റ്റിലേക്ക് വരികയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് വ്യാപ്തം എന്നുള്ളതും, അല്ലെങ്കിൽ എന്താണ് ഘനരൂപങ്ങൾ എന്നും, എന്താണ് സ്തംഭങ്ങൾ എന്നും, എന്താണ് ബഹുഭുജങ്ങൾ എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു കാര്യം നമ്മൾ മറക്കരുത്. അതൊക്കെ നമ്മളെ മനസ്സിൽ വേണം. പക്ഷെ എല്ലാം കൂടിയും ഒന്നിച്ച് നമ്മൾ കൊണ്ടുവരുത്. പഠിക്കുമ്പോൾ ഓരോന്നും ആ സമയത്ത് നമ്മൾ പഠിക്കുക. ഓക്കെ, അഗൈൻ നമ്മൾ വ്യാപ്തത്തേക്ക് വരികയാണ് മക്കളെ. എന്താണ് വ്യാപ്തം, അല്ലെങ്കിൽ ഏതൊരു ബഹുഭുജത്തിന്റെയും വ്യാപ്തം കാണാനുള്ള സമവാക്യം നമ്മൾ പറഞ്ഞു തരും. അതിനു മുമ്പ് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നോക്കടാ, ഇയാളുടെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ മീൻസ് ഈ ഒരു വക്ക്, ഇയാളെ നമ്മൾ എഡ്ജ് എന്നാണ് പറയുക. അത് എഡ്ജ്. അപ്പോൾ ഈ ഒരു ഏരിയ ഉണ്ടാവില്ലേ, ഈ ഒരു ഏരിയനെ നമ്മൾ മുഖം എന്നാണ് പറയുക. എന്താണ്, ഈ ഭാഗത്തെ നമ്മൾ എഡ്ജ് എന്ന് പറയും. എഡ്ജ് അല്ലെങ്കിൽ വക്ക് എന്നൊക്കെ പറയും. ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗം മുഖം എന്നാണ് നമ്മൾ പറയാത്തത്. അപ്പോൾ ഇയാളും ഒരു മുഖാണ്. ഇയാൾ ഇതിന്റെ പാദമായതുകൊണ്ട് തന്നെ ഇത് പാദമുഖം എന്ന് പറയും. അപ്പോൾ ഇത് എന്ന് പറയുന്നത് ആരാണ്? ഫേസസ് അല്ലെങ്കിൽ മുഖങ്ങളാണ്. അപ്പോ ഈ ഒരു ചതുരസ്തംഭത്തിന് എത്ര മുഖങ്ങളുണ്ട്? 1, 2, 3, 4, 5, 6 മുഖങ്ങളുണ്ട് ഈ ഒരു ചതുരസ്തംഭത്തിന്. ഓക്കെ, അത് റെഡിയാണോ? എടാ മക്കളെ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ താഴെ ഭാഗം എന്ന് പറയുന്നത് ചതുരമാണ്. ചതുരം എന്ന് പറഞ്ഞാൽ എന്താ? എതിർവശങ്ങൾ ഈക്വൽ ആയിരിക്കും. അതേപോലെ തന്നെ കോണുകളൊക്കെ 90 ഡിഗ്രി ആയിരിക്കും. അത്തരം സ്തംഭങ്ങളെ നമ്മൾ ചതുരസ്തംഭം എന്ന് പറയും. പാദം എന്ത് ആകൃതിയാണോ എന്ന് നോക്കിയിട്ടാണ് ഓരോ സ്തംഭത്തിനും നമ്മൾ പേര് കൊടുക്കാറ്. പാദം ചതുരമാണെങ്കിൽ അതിനെ ചതുരസ്തംഭം അല്ലെങ്കിൽ റെക്ടാങ്കുലാർ പ്രിസം എന്ന് പറയും. പാദം സ്ക്വയർ ആണെങ്കിൽ, സ്ക്വയർ അറിയാം, എല്ലാ സൈഡുകളും ഈക്വൽ ആണ്, എല്ലാ കോണുകളും 90 ഡിഗ്രിയാണ് നമുക്കറിയാം. പാദം സ്ക്വയർ ആണെങ്കിൽ അതിനെ നമ്മൾ സ്ക്വയർ പ്രിസം എന്ന് പറയും, അല്ലെങ്കിൽ സമചതുര സ്തംഭം എന്ന് പറയും. ഓക്കെ, അത് കൺസെപ്റ്റ് മനസ്സിലായോ? ഇനി നമ്മളെ പാദം എന്ന് പറയുന്നത് 4 വശങ്ങളുള്ള രൂപം തന്നെ. താഴെ ഭാഗം മുകൾ ഭാഗം ഒരേപോലെ ആയിരിക്കണം. അങ്ങനെ ആവുമ്പോഴേ അയാളുടെ സ്തംഭം ആയിരിക്കുള്ളൂ. ഓക്കെ, താഴെ ഭാഗം എന്ന് പറയുന്നത് 4 വശങ്ങളുള്ള ഒരു രൂപമാണ്. ചതുരാണ് പറയാൻ പറ്റില്ല, 4 വശങ്ങളുണ്ട്. അതിനെ നമ്മൾ എന്താ പറയുക? ക്വാഡ്രിലാറ്ററൽ എന്ന് പറയും. അപ്പോ ഈ അങ്ങനെയുള്ള സ്തംഭത്തിന് നമ്മൾ ക്വാഡ്രാങ്കുലർ പ്രിസം അല്ലെങ്കിൽ ചതുരസ്തംഭം എന്ന് പറയും. അത് മാറിപ്പോകരുത്. താഴെ ഭാഗം ത്രികോണമാണെങ്കിൽ അതിനെ നമ്മൾ ത്രികോണ സ്തംഭം എന്ന് പറയും. ഇനി താഴെ ഭാഗം, അതായത് ഈ ത്രികോണത്തിന്റെ വശങ്ങളെല്ലാം തുല്യമാണെങ്കിൽ അയാളെ നമ്മൾ സമഭുജ ത്രികോണം എന്ന് പറയാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സമഭുജ ത്രികോണമുള്ള സ്തംഭങ്ങളെ നമ്മൾ സമഭുജ ത്രികോണ സ്തംഭം എന്നും പറയും. നമ്മൾ വൃത്തസ്തംഭത്തിക്ക് നമ്മൾ വരും. ഈ 2 സ്തംഭങ്ങളും ബഹുഭുജ സ്തംഭങ്ങളാണ്. പക്ഷെ ഇയാളെന്താ? ബഹുഭുജ സ്തംഭമല്ല. നമ്മൾ ഒരിക്കലും വൃത്തം ഒരു ബഹുഭുജമാണെന്ന് ഇതുവരെ നമ്മൾ എവിടെയും പഠിച്ചിട്ടില്ല. അഗൈൻ നമ്മൾ വ്യാപ്തത്തേക്ക് വരികയാണ്. നോക്കണം, ഇയാളെ നമ്മൾ എഡ്ജ് എന്ന് പറയും. ഈ ഓരോ മുഖങ്ങളെ നമ്മൾ എന്ത് പറയും? ഫേസസ് അല്ലെങ്കിൽ മുഖങ്ങൾ എന്ന് പറയും. ഓക്കെ, അപ്പോ നമുക്ക് ഇങ്ങനെ ഒരു ഏരിയ ഉണ്ടല്ലോ ഇവിടെ. എന്താ ഇങ്ങനെ ഏരിയ? ഇത് പാദമാണ്, ഇയാളും പാദമാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോ ഇതും പാദമുഖങ്ങളാണ്. ഇയാളും രണ്ടാളും പാദമുഖങ്ങളാണ്. അപ്പൊ ഇയാൾക്കും ഒരു പേര് വേണ്ടേ? ഈ മുഖങ്ങൾക്കും അതായത് ചുറ്റുമുള്ള ഈ 4 മുഖങ്ങൾക്കും ഓരോ പേര് വേണ്ടേ? ഇയാളെ നമ്മൾ പറയുന്നതാണ് ലാറ്ററൽ സർഫസ് അല്ലെങ്കിൽ പാർശ്വമുഖങ്ങൾ എന്ന് പറയും. എന്താണ്? ഈ 4 ഭാഗത്തെ നമ്മൾ പാർശ്വമുഖങ്ങൾ അല്ലെങ്കിൽ ലാറ്ററൽ സർഫസ് എന്ന് പറയും. താഴെ ഭാഗവും മുകൾ ഭാഗവും ഉള്ളതിനെ നമ്മൾ പാദമുഖങ്ങൾ അല്ലെങ്കിൽ ബേസ് സൈഡ് എന്ന് പറയും. ഓക്കെ, റെഡി ആണോ? അങ്ങനെയാണെങ്കിൽ മക്കളെ നോക്കടാ, ഈ ട്രയാങ്കുലാർ പ്രിസം അല്ലെങ്കിൽ ത്രികോണ സ്തംഭത്തിനും മുഖങ്ങളില്ലേ? ഇയാളും പാദമാണ്. അപ്പോൾ ഇയാളെ നമ്മൾ എന്ത് പറയും? പാദമുഖങ്ങൾ എന്ന് തന്നെയാണ് പറയാറ്. ഓക്കെ, പാദമുഖങ്ങൾ എന്ന് തന്നെയാണ്. ചുറ്റുള്ള ഈ വശങ്ങളെ നമ്മൾ എന്ത് പറയും? പാർശ്വമുഖങ്ങൾ അല്ലെങ്കിൽ ലാറ്ററൽ സർഫസ് എന്ന് പറയും. എഗെയിൻ നമ്മൾ ഈ വൃത്തസ്തംഭത്തിക്ക് നമ്മൾ വരും, വൈകാതെ നമ്മൾ വരും. ഏതൊരു സ്തംഭത്തിന്റെയും നമ്മൾ ആലോചിച്ച് വെക്കണം, ഏതൊരു സ്തംഭത്തിന്റെയും വ്യാപ്തം അല്ലെങ്കിൽ വോളിയം കാണാനുള്ള സമവാക്യമാണ്, മറന്നു പോകരുത്, ഈ ചാപ്റ്ററിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
ഏതൊരു സ്തംഭത്തിന്റെയും വ്യാപ്തം അല്ലെങ്കിൽ വോളിയം കാണാനുള്ള സമവാക്യമാണ് പാദപരപ്പളവ് ഇൻറ്റു ഉയരം. പാദപരപ്പളവ് ഇൻറ്റു ഉയരം അല്ലെങ്കിൽ ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. എന്താണ്? ഏതൊരു ബഹുഭുജ സ്തംഭത്തിന്റെയും അല്ലെങ്കിൽ ഏതൊരു സ്തംഭത്തിന്റെയും വോളിയം അല്ലെങ്കിൽ വ്യാപ്തം കാണാനുള്ള സമവാക്യമാണ് പാദപരപ്പളവ് ഇൻറ്റു ഉയരം. ഈ ഒരു ചാപ്റ്ററിൽ വ്യാപ്തം കാണാനുള്ള ഏതൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിലും നിങ്ങൾ ഈ ഒരു സമവാക്യം കൊണ്ട് എഴുതി വെച്ചോണ്ട് 1/2 മാർക്ക് അല്ലെങ്കിൽ 1 മാർക്ക് നമുക്ക് എന്തായാലും കിട്ടിയിരിക്കും. ഓക്കെ, നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇയാള് എന്ന് പറയുന്നത് ഒരു ചതുരസ്തംഭമാണെന്ന് പറഞ്ഞു. ഓക്കെ, ഇയാൾ എന്ന് പറയുന്നത് ഒരു ത്രികോണ സ്തംഭമാണെന്ന് പറഞ്ഞു. വ്യാപ്തം എന്ന് പറയുന്നത് പാദപരപ്പളവ് ഇൻറ്റു ഉയരമാണെന്നും നമ്മൾ പറഞ്ഞു. ഈ മുഖങ്ങൾ ഈ ചുറ്റുമുള്ള മുഖങ്ങളെ നമ്മൾ പാർശ്വമുഖങ്ങൾ അല്ലെങ്കിൽ ലാറ്ററൽ സർഫസ് എന്ന് പറയും. താഴെ ഉള്ളതിനെ നമ്മൾ പാദമുഖങ്ങൾ എന്ന് പറയും. ഓക്കെ, അത് റെഡിയാണോ? എഗെയിൻ നമ്മൾ ഈ ഒരു ചതുരസ്തംഭത്തിക്ക് നമ്മൾ വരികയാണ്. ചതുരസ്തംഭം അല്ലെങ്കിൽ റെക്ടാങ്കുലാർ പ്രിസം. ഓക്കെ, റെക്ടാങ്കുലാർ പ്രിസത്തിന്റെ വോളിയം എന്തായിരിക്കും മക്കളെ? പാദപരപ്പളവ് ഇൻറ്റു ഉയരമാണ്. എഗെയിൻ നമ്മൾ വരികയാണ് പാദപരപ്പളവ് ഉയരം നിന്നോട്ടെ, പാദപരപ്പളവിക്ക് നമ്മൾ വരിക. ഇയാളുടെ പാദം എന്ന് പറയുന്നത് എന്താണ്? പാദം എന്ന് പറയുന്നത് ചതുരമാണ്. പാദപരപ്പളവ് അല്ലെങ്കിൽ ചതുരത്തിന്റെ പരപ്പളവ് എന്താണ് മക്കളെ? ചതുരത്തിന്റെ പരപ്പളവ്. വോളിയം എന്ന് പറയുന്നത് പാദപരപ്പളവ് ഇൻറ്റു ഉയരമാണ്. നമ്മൾ ഈ ചതുരസ്തംഭത്തിന്റെ വോളിയം നമ്മൾ കാണാൻ പോവുകയാണ്. പാദപരപ്പളവ് ഇൻറ്റു ഉയരമാണ്. പാദം ഇങ്ങനെ വെച്ചു. പാദപരപ്പളവ്, പാദത്തിന്റെ പരപ്പളവ്. പാദം ഒരു ചതുരാകൃതിയാണ്. അപ്പോൾ ചതുരത്തിന്റെ പരപ്പളവ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് മക്കളെ? നീളം ഇൻറ്റു വീതി എന്നാണ്. ഓക്കെ, നീളം ഇൻറ്റു വീതി എന്നാണ് പാദപരപ്പളവ് പഠിച്ചിട്ടുള്ളത്. ആരത്? ചതുരത്തിന്റെ അല്ലെങ്കിൽ ചതുരസ്തംഭത്തിന്റെ. ഉയരം ആരതാ? ഉയരം സ്തംഭത്തിന്റെ ഉയരമാണ്. സ്തംഭത്തിന്റെ ഈ ഉയരമാണ് ഉയരം. ഉയരത്തിനെ നമ്മൾ ഹൈറ്റ് എന്ന് കൊടുക്കും, അല്ലെങ്കിൽ ഉയരം തന്നെ നമ്മൾ കൊടുക്കുക. നീളത്തെ നമ്മൾ L എന്ന് ഡിനോട്ട് ചെയ്യും, L എന്ന് കൊടുക്കും. വീതി നമ്മൾ B എന്ന് കൊടുക്കും. ഉയരത്തെ നമ്മൾ H എന്ന് കൊടുക്കും. അപ്പോൾ ഏതൊരു ചതുരസ്തംഭത്തിന്റെയും വ്യാപ്തം അല്ലെങ്കിൽ വോളിയം കാണാനുള്ള സമവാക്യമാണ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് അല്ലെങ്കിൽ നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മക്കളെ ഈ ചെങ്ങായിന്റെ വ്യാപ്തം അല്ലെങ്കിൽ വോളിയം എന്തായിരിക്കും? കാണാൻ പോവാണ്. അയാളതും പാദപരപ്പളവ് ഇൻറ്റു ഉയരം തന്നെയാണ്. എഗൻ നമ്മൾ ഇയാളെ എടുത്തേക്ക് വരാണ്. പാദപരപ്പളവ്. പാദം എന്ന് പറയുന്നത് ത്രികോണമല്ലേ? ത്രികോണത്തിന്റെ പരപ്പളവ് എന്താണ്? ത്രികോണത്തിന്റെ പരപ്പളവ് ഹാഫ് BH ആണ്. ഹാഫ് ഇൻറ്റു B ഇൻറ്റു H ആണ് ത്രികോണത്തിന്റെ പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ. നമ്മൾ പാദപരപ്പളവ് കണ്ടു. ഇനി ഉയരം കൂടി വേണ്ടേ? ഉയരം H ആണ് നമ്മൾ ഡിനോട്ട് ചെയ്യല്. മക്കളെ ഈ H കണ്ടോ? ഇവിടെ ഒരു H ഉണ്ടല്ലോ. അപ്പൊ ഈ ഉയരത്തിന് നമ്മൾ വലിയ H എന്ന് കൊടുക്കുക. ഈ ലെറ്ററിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. കാരണം കൺസെപ്റ്റുകൾ നമ്മൾ മനസ്സിലാക്കണം. ഈ ഹൈറ്റ് എന്ന് പറയുന്നത് എന്താ? ആ ഹൈറ്റ് എന്ന് പറയുന്നത് ഈ ത്രികോണത്തിന്റെ പാദത്തിലുള്ള ഈ ത്രികോണത്തിന്റെ ഹൈറ്റ് ആണ് ഈ ചെറിയ ഹൈറ്റ് എന്ന് പറയുന്നത്. വലിയ ഹൈറ്റ് എന്ന് പറയുന്നത് ഈ സ്തംഭത്തിന്റെ ഹൈറ്റ്. അത് മാറിപ്പോകരുത്. അങ്ങനെയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചെങ്ങായിയാണ് ഈ ചെങ്ങായി. ഈ ചെങ്ങായിന്റെ പേരെന്താണ്? ഈ ചെങ്ങായിന്റെ പേരാണ് വൃത്തസ്തംഭം അല്ലെങ്കിൽ സർക്കുലാർ പ്രിസം എന്ന് പറയും. സർക്കുലാർ പ്രിസത്തിന്റെ പാദം ഇയാളെ നമ്മൾ പാദമുഖം എന്ന് പറയും. ഓക്കെ, എടാ നോക്കടാ, ഈ ചുറ്റുമുള്ള ആളെ നമുക്ക് പാർശ്വമുഖം എന്ന് പറയാൻ പറ്റൂല അല്ലല്ലോ. നോക്കടാ, ഇയാൾ ഒരു ചക്രത്തിന്റെ ആകൃതിയിൽ വട്ടത്തിലാണ്. അപ്പൊ ഇയാളെ നമ്മൾ വക്രമുഖം എന്നാണ് പറയുക, അല്ലെങ്കിൽ കെർവ്ഡ് സർഫസ് എന്നാണ് പറയുക. എന്താണ് വക്രമുഖം അല്ലെങ്കിൽ കെർവ്ഡ് സർഫസ് എന്നാണ് പറയുക. താഴെ ഉള്ള ആളും മുകളിലുള്ള ആളും പാദമുഖങ്ങൾ തന്നെയാണ്. അതിലൊരു മാറ്റങ്ങളുമില്ല. അപ്പൊ ഏതൊരു സ്തംഭത്തിന്റെയും വ്യാപ്തം കാണാൻ സമവാക്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. പാദപരപ്പളവ് ഇൻറ്റു ഉയരം. ഇയാൾക്കും ആ ഇക്വേഷൻ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പൊ ഇയാളെ വോളിയം എന്ന് പറയുന്നത് എന്തായിരിക്കടാ? പാദപരപ്പളവ് ഇൻറ്റു ഉയരമാണ്. സ്തംഭം കിട്ടിക്കഴിഞ്ഞാൽ പാദപരപ്പളവ്, പാദത്തേക്ക് നോക്കുക. പാദം വൃത്തമാണ് അല്ലെങ്കിൽ സർക്കിൾ ആണ്. പാദപരപ്പളവ് അല്ലെങ്കിൽ സർക്കിളിന്റെ പരപ്പളവ് എന്ന് പറയുന്നത്, സർക്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് πr² ആണ്.
അല്ലേ? പൈ ആർ സ്ക്വയർ ആണ് ഇൻറ്റു പാദപരപ്പളവേ ആയിട്ടുള്ളൂ. ഒരു ഹൈറ്റ് ഇല്ലേ? ഇതാ ഈ ഒരു ഹൈറ്റ് ഉണ്ട് നമുക്ക്. ഇയാളെ നമ്മൾ എച്ച് എന്ന് കൊടുക്കാം. എന്തുകൊണ്ടാണ് ഇവിടെ നമ്മൾ സ്മോൾ എച്ച് എന്ന് കൊടുക്കാത്തത്? കാരണം അറിയാം, ഇവിടെ ഓൾറെഡി ഒരു സ്മോൾ എച്ച് ഉണ്ട്. ഇയാള് നമ്മൾ അതുകൊണ്ടാണ് വലിയ അക്ഷരം എച്ച് കൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്തത്. അപ്പോൾ ഏതൊരു വൃത്തസ്തംഭത്തിന്റെയും വ്യാപ്തം കാണാനുള്ള സമവാക്യമാണ് പൈ ആർ സ്ക്വയർ ഇൻറ്റു എച്ച്. ഏതൊരു ത്രികോണ സ്തംഭത്തിന്റെയും വ്യാപ്തം കാണാനുള്ള സമവാക്യമാണ് ഹാഫ് ബി എച്ച് ഇൻറ്റു എച്ച്. ഈ എച്ചും മാറിപ്പോകരുത്. ഏതൊരു ചതുരസ്തംഭത്തിന്റെയും വ്യാപ്തം കാണാനുള്ള സമവാക്യമാണ് വോളിയം ഈക്വൽ ടു എൽ ബി എച്ച്. അതിൽ മറ്റൊരു കാര്യം കൂടി ഓർത്ത് വെക്കണം, വേറൊന്നുമല്ല. എടാ നോക്കടാ, ഇയാളൊരു സ്ക്വയർ പ്രിസം അല്ലെങ്കിൽ ഒരു സമചതുര സ്തംഭമാണെങ്കിൽ അയാളുടെ ലെങ്ത് എന്ന് പറയുന്നതും ബ്രെഡ്ത്ത് എന്ന് പറയുന്നതും ഹൈറ്റ് എന്ന് പറയുന്നതും ഒരാൾ തന്നെയായിരിക്കും. അവരൊക്കെ ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഒരു സ്ക്വയർ അല്ലെങ്കിൽ സ്ക്വയർ പ്രിസത്തിന്റെ അല്ലെങ്കിൽ സമചതുര സ്തംഭത്തിന്റെ വോളിയം എന്ന് പറയുന്നത് എ ക്യൂബ്. എ എന്ന് പറയുന്നത് ഞാൻ വെറുതെ ഒരു സംഖ്യ എടുത്ത് ഒരു ലെറ്റർ എടുത്ത് തന്നെയുള്ളൂ. എ എന്ന് പറയുന്നത് സ്ക്വയറിന്റെ ഒരു വശം അല്ലെങ്കിൽ ഒരു എഡ്ജ് ആയിരിക്കും. ഇനിയിപ്പോ എക്ക് പകരം എൽ എടുത്താലും പ്രശ്നങ്ങളുള്ള ഏതൊരു ചതുര സ്തംഭത്തിന്റെയും വോളിയം കാണാൻ എൽ ബി എച്ച് ആണ്. അയാൾ ഒരു സമചതുര സ്തംഭമാകുമ്പോൾ അത് എ ക്യൂബ് ആവും. കാരണം എല്ലാവരും എന്താ തുല്യമാണ്. കൂട്ടത്തിൽ നമ്മൾ ആ ഒരു കാര്യം കൂടി ഓർത്ത് വെക്കണം. നമ്മൾ മറ്റൊരു കാര്യം കൂടി ഉണ്ട്, നോക്കടാ. നമുക്ക് ഒരു ചതുരസ്തംഭം, ഇത് ചതുരസ്തംഭമാണ്, കാരണം ഒന്നുമില്ല, ബേസ് ചതുരാണ്, അതുകൊണ്ട് തന്നെ ഇയാൾ ഒരു ചതുരസ്തംഭമാണ്. ഇയാൾക്ക് ഒരു ഗിഫ്റ്റ് ബോക്സ് കൊണ്ട് ഗിഫ്റ്റ് പേപ്പർ കൊണ്ട് ഇയാളെ ഞാൻ പൊതിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഗിഫ്റ്റ് പേപ്പർ ഞാൻ കടയിൽ പോയി വാങ്ങിയപ്പോൾ അളവിനൊന്നല്ല മേടിച്ചിട്ടുള്ളത്. പക്ഷെ എന്നാൽ പോലും ഇത് ഞാൻ പൊതിയാനൊരു അളവ് ഉണ്ടായിരിക്കില്ല. ഇതാ മൊത്തത്തിൽ എല്ലാ ഭാഗത്തും 6 വശങ്ങളുണ്ട്. ഈ ഒരു 6 ഫേസസുകൾ ഉണ്ട് ഇയാൾക്ക് എന്ന് പറയുന്നത്. ഈ 6 ഫേസസ് പൊതിയാനും ഒരു അളവ് ഉണ്ടായിരിക്കും അല്ലേ? ആ അളവ് നമുക്ക് ചിലപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യനിൽ ഈ ഒരു ഗിഫ്റ്റ് ബോക്സിന്റെ അളവ് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരിക്കും. അതായത് നമ്മുടെ അടുത്തൊരു സ്തംഭം ഉണ്ട്, ഈ സ്തംഭം പൊതിയാൻ ആവശ്യമായ ഗിഫ്റ്റ് പേപ്പറിന്റെ അല്ലെങ്കിൽ വേറെ എന്തോ ആയിക്കോട്ടെ, ഗിഫ്റ്റ് പേപ്പറോ സിൽക്ക് പേപ്പർ എന്തോ ആയിക്കോട്ടെ, അത് പൊതിയാനുള്ള ആ ഒരു പേപ്പറിന്റെ അളവ് എത്രയെന്ന് ചിലപ്പോൾ ചോദിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ ആകുമ്പോൾ നമ്മൾ എന്താ കാണുക? ഇതാ മൊത്തത്തിലുള്ള ഏരിയ നമ്മൾ കണ്ടു തരും. അതായത് ഈ സ്തംഭത്തിന്റെ മൊത്തത്തിലും പുറമേ ഉള്ള ഏരിയ അല്ലെങ്കിൽ ഉപരിതല പരപ്പളവ് കാണേണ്ടി വരും. ഉപരിതല പരപ്പളവ് എന്ന് തന്നെ പറയാം, അല്ലെങ്കിൽ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയും. അത് കാണണമെങ്കിൽ നോക്കടാ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു താഴ്ഭാഗം അല്ലെങ്കിൽ മുകൾ ഭാഗവും താഴ്ഭാഗം എന്ന് പറയുന്നത് പാദമാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഈ 2 പാദമുഖങ്ങൾ, ഈ പാദമുഖങ്ങളും പിന്നെ ഈ ചുറ്റുമുള്ളതിനെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാർശ്വമുഖങ്ങൾ എന്ന്. അപ്പോൾ ഇതിന്റെ മൊത്തത്തിലുള്ള സർഫസ് ഏരിയ അല്ലെങ്കിൽ ഉപരിതല പരപ്പളവ് കാണാൻ ഈ പാർശ്വതല പരപ്പളവും ഈ പാദതല പരപ്പളവും കൂട്ടിയാൽ പോരെ? മതി. അപ്പോൾ ഏതൊരു സ്തംഭത്തിന്റെയും നമ്മൾ ഗിഫ്റ്റ് ബോക്സ് കൊണ്ട് ചിലപ്പോൾ പൊതിയണം, അങ്ങനെ ചിലപ്പോൾ ചോദ്യങ്ങളൊക്കെ വരാം. അപ്പൊ ഏതൊരു സ്തംഭത്തിന്റെയും ഉപരിതല പരപ്പളവ് അല്ലെങ്കിൽ ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയും. ഉപരിതല പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ ആണ്. ഉപരിതല പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ എന്താ പറഞ്ഞത്? പാദപരപ്പളവും അതേപോലെ ഈ പാർശ്വപരപ്പളവും കൂട്ടണം. എന്താണ്? പാദപരപ്പളവും പിന്നെ ആരെ കൂട്ടേണ്ടത്? പാർശ്വതല പരപ്പളവും കൂട്ടുക. പാർശ്വതല പരപ്പളവ് കൂട്ടി എന്ത് കിട്ടും നമുക്ക്? ഉപരിതല പരപ്പളവ് അല്ലെങ്കിൽ ലാറ്ററൽ സർഫസ് ഏരിയ കിട്ടും. അതൊരു വൃത്തസ്തംഭമാണെങ്കിലോ മക്കളെ, വൃത്തസ്തംഭത്തിന് പാർശ്വതല പരപ്പളവില്ല, അവിടെ വക്രമുഖം അല്ലെങ്കിൽ വക്രമുഖം മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ വക്രമുഖം നമ്മൾ കൂട്ടിയാൽ മതി. പാർശ്വം എന്ന് പറയുന്നത് ത്രികോണ സ്തംഭങ്ങൾക്ക് മാത്രം, അത്തരം സ്തംഭങ്ങൾക്ക് മാത്രമേ പാർശ്വതല പരപ്പളവ് ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ, പാദപരപ്പളവ് കാണാൻ നമുക്കറിയാം. പാദം ത്രികോണമാണെങ്കിലും പാദം ചതുരമാണെങ്കിലും അതിന്റെ പരപ്പളവ് കാണാൻ നമുക്കറിയാം. പാർശ്വതല പരപ്പളവ് നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ പെട്ടെന്ന് കിട്ടൂല. അത് കാണാൻ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നോ? പാർശ്വതല പരപ്പളവ് കാണാൻ, ഇയാളുടെ പാർശ്വതല പരപ്പളവ് കാണണമെങ്കിൽ ഇയാളെ പാദ ചുറ്റളവും പാദത്തിന്റെ ചുറ്റളവ്, പരപ്പളവല്ല, പാദത്തിന്റെ ചുറ്റളവും ഈ ഉയരവും ഗുണിച്ചാൽ മതി. എന്താ ചെയ്യേണ്ടത്? പാർശ്വതല പരപ്പളവ് കാണണമെങ്കിൽ പാദ ചുറ്റളവും അതേപോലെ ഉയരവും
ഗുണിച്ചാൽ മതി. ഓക്കെ, എല്ലാ കാര്യങ്ങളും നമ്മൾ ഒന്നിച്ച് പറയുന്നുണ്ട് എന്ന് കൺഫ്യൂഷൻ ആവണ്ട. നമ്മൾ ഓരോ പ്രോബ്ലംസ് ചെയ്യുമ്പോഴും ഓരോ കാര്യങ്ങളും വേറിട്ട് നമ്മൾ പറഞ്ഞു തരും. അത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അപ്പോഴൊക്കെ കാര്യങ്ങൾ ഒന്നുകൂടെ നമുക്ക് മനസ്സിലാവും. എല്ലാ കാര്യങ്ങളും കണ്ടെന്ന് എഴുതി പേടിക്കൊന്നും വേണ്ടട്ടാ. എടാ, ഒരു ഉപരിതല പരപ്പളവ് കാണാനാണ് പാദപരപ്പളവും പാർശ്വതല പരപ്പളവും. ആ കാര്യം വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പാദപരപ്പളം നമുക്ക് സിമ്പിൾ ആയിട്ട് കാണാം. പാദം ത്രികോണാണോ ചതുരാണോ വൃത്താണോ എന്നൊക്കെ നോക്കിയാൽ മതി. പാർശ്വതല പരപ്പളവ് കാണണമെങ്കിൽ പാദപരപ്പളവും പാദ ചുറ്റളവും പാദത്തിലെ ചുറ്റളവ്. ഇപ്പൊ ഇയാള് ചതുരായതുകൊണ്ടാണ് ത്രികോണാണെങ്കിൽ പാദ ചുറ്റളവ് അതിനനുസരിച്ച് എടുത്താൽ മതി. പാദ ചുറ്റളവും ഉയരവും ഗുണിച്ചാൽ മതി. ഓക്കെ ആണോ? ഇയാള് വൃത്തസ്തംഭത്തിക്ക് വരികയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യാ? പാദ ചുറ്റളവും ഉയരം തന്നെയായിരിക്കും. പക്ഷെ എന്താ, ഇയാൾക്ക് പാർശ്വമില്ല, ഇയാൾക്ക് വക്രമുഖമേ ഉള്ളൂ. അപ്പൊ ഓക്കെ, വക്രമുഖവും അതേപോലെ പാദപരപ്പളവും കൂട്ടുമ്പോൾ ഉപരിതല പരപ്പളവ് കിട്ടും. ആരത്? ഇയാളത്. മാറിപ്പോകരുത് കേട്ടോ, ഓരോരുത്തരെയും മാറിപ്പോകരുത്. അതാണ് പറഞ്ഞത്. ചെറിയ ചെറിയ മാറ്റങ്ങൾ ഇയാളിൽ നിന്നും ഇയാൾക്കും ഒക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പോവുക. നമുക്ക് ഈ ഒരു പ്രോബ്ലംസ് വെച്ചിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഇക്വേഷൻസ് വെച്ചിട്ട് ഒരു പ്രോബ്ലംസ് നമുക്ക് ചെയ്ത് നോക്കാം. ഇക്വേഷൻസ് കുറെ ഉണ്ട് എന്ന് കരുതിയിട്ട് ഇതേപോലെ പഠിച്ച് എന്ന് കരുതിയിട്ട് ഒരു കാര്യമില്ല. ഓരോ പ്രോബ്ലംസും അതിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ നോക്കുമ്പോഴേ നമുക്ക് ഓരോ പ്രോബ്ലംസും ചെയ്യേണ്ട രീതികൾ നമുക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, നമ്മൾ പഠിച്ച കാര്യങ്ങളുമായിട്ട് കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. നമ്മൾ കുറെ ഇക്വേഷൻസ് പഠിച്ചിട്ട് കാര്യമില്ല. ആ ഇക്വേഷൻസ് കൃത്യമായിട്ട് ഉപയോഗിക്കുന്നിടത്താണ് അതിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ഇക്വേഷൻസ് ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ കുറെ ചോദ്യങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ആവണം. അപ്പോഴേ നമുക്കത് ഇക്വേഷൻസ് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നോക്കടാ, ഫസ്റ്റത്തെ ഒരു ചോദ്യം ഉണ്ട്, നോക്കാം നമുക്ക്. ഒരു ചതുര സ്തംഭത്തിന്റെ നീളം, വീതി, ഉയരം 5 സെന്റിമീറ്റർ, 6 സെന്റിമീറ്റർ, 10 സെന്റിമീറ്റർ ആയാൽ അതിന്റെ വ്യാപ്തം കണക്കാക്കുക. വ്യാപ്തം എന്ന് കേട്ടാൽ ഒന്നും ആലോചിക്കേണ്ട മക്കളെ, നമ്മൾക്ക് എഴുതിക്കൊണ്ട് വ്യാപ്തം അല്ലെങ്കിൽ വോളിയം എന്ന് കേട്ടാൽ പാദപരപ്പളവ് ഇൻറ്റു ഉയരം എന്നങ്ങോട്ട് എഴുതിക്കൊണ്ടു 1/2 മാർക്ക് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ചതുരസ്തംഭമാണ്. ഇതാകണ ഒരു ചതുരസ്തംഭം എന്ന് പറയുന്നത്. ഓക്കെ, ഇയാളാണ് ഒരു ചതുരസ്തംഭം എന്ന് പറയുന്നത്. ഇയാളുടെ നീളം എന്ന് പറയുന്നത് 5 സെന്റിമീറ്ററും വീതി എന്ന് പറയുന്നത് നീളം, വീതി എന്ന് പറയുന്നത് 6 സെന്റിമീറ്ററും ഉയരം എന്ന് പറയുന്നത് 10 സെന്റിമീറ്ററും ആണ് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ എന്താ, പാദപരപ്പളവ് ഇൻറ്റു ഉയരമാണ്. നമുക്കറിയാം ചതുരസ്തംഭത്തിന്റെ നീളം, വീതി, ഉയരം തന്നു കഴിഞ്ഞാൽ ഇതിന്റെ പാദപരപ്പളവ്, പാദം എന്ന് പറയുന്നത് ചതുരമാണ്, ചതുരത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് നീളം ഇൻറ്റു വീതി അല്ലെ ഇൻറ്റു ബി ആണ്. ഉയരം എന്ന് പറയുന്നത് h ആണ്. ഏതൊരു സ്തംഭത്തിന്റെയും അല്ലെങ്കിൽ ഏതൊരു ചതുരസ്തംഭത്തിന്റെയും വ്യാപ്തം കാണാനാണ് ഇക്വേഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. LBH ആണെന്ന്. അപ്പൊ എന്താണ് നമ്മളെ വ്യാപ്തം വരിക? L എന്ന് പറയുന്നത് 5 ആണ്, B എന്ന് പറയുന്നത് 6 ആണ്, H എന്ന് പറയുന്നത് 10 ആണ്. ഇതെല്ലാം കൂടി ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഉത്തരം കിട്ടും. 5 ഗുണിക്കണം 6 എന്നത് 30 ആണ്. 30 ഗുണിക്കണം 10 എന്ന് പറയുന്നത് 300 ആണ്. ഇത് എഴുതി നിർത്തരുത്, കാരണം വ്യാപ്തത്തിന് യൂണിറ്റ് ഉണ്ട്. എങ്ങനെയാണ് വ്യാപ്തത്തിന്റെ യൂണിറ്റ്? ആണ് സെന്റിമീറ്റർ ക്യൂബ് അല്ലെങ്കിൽ ഘന സെന്റിമീറ്റർ. ഘനം എന്താന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സെന്റിമീറ്റർ ക്യൂബ് ആണ് വ്യാപ്തത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഏരിയയുടെ യൂണിറ്റ് അല്ലെങ്കിൽ പരപ്പളവിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് മക്കളെ ഈ ക്യൂബ് എന്ന് പറയുന്നത്? നീളം ഗുണിക്കണം വീതി ഗുണിക്കണം ഉയരമല്ലേ? നീളം സെന്റിമീറ്ററിലാണ്, വീതി സെന്റിമീറ്ററിലാണ്, ഉയരം സെന്റിമീറ്ററിലാണ്. നമ്മൾ ഈ 5നെയും 6നെയും 10നെയും മാത്രമല്ല ഗുണിക്കേണ്ടത്, അവിടെ സെന്റിമീറ്ററിന് കൂടി ഗുണിക്കുന്നുണ്ട്. സെന്റിമീറ്റർ ഗുണിക്കണം സെന്റിമീറ്റർ കൂടി നമ്മൾ അവിടെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഗുണിക്കുമ്പോൾ നമുക്ക് സെന്റിമീറ്റർ ക്യൂബ് എന്ന് വരും. അങ്ങനെയാണ് സെന്റിമീറ്റർ ക്യൂബ് വന്നിട്ടുള്ളത്. ഞാൻ എങ്ങനെ വന്നെന്ന് നോക്കണ്ട, നിങ്ങൾ കാണാപ്പാടം അങ്ങോട്ട് പഠിച്ചു വെച്ചോണ്ട് ഏതൊരു വ്യാപ്തത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നതും സെന്റിമീറ്റർ ക്യൂബ് ആണ്. അപ്പൊ ഇയാളുടെ ആൻസർ എന്ന് പറയുന്നത് 300 സെന്റിമീറ്റർ ക്യൂബ് എന്നതാണ്. നമുക്ക് അടുത്തൊരു ചോദ്യം ഉണ്ട്. ഒരു സമഭുജ ത്രികോണ സ്തംഭത്തിന്റെ പാദവശം 4 സെന്റിമീറ്ററും ഉയരം 6 സെന്റിമീറ്ററും ആയാൽ വ്യാപ്തം എത്ര? ഒന്നും ആലോചിക്കേണ്ട, നമ്മൾ ഇങ്ങനെ ഒരു ചോദ്യം കിട്ടിയാൽ ആദ്യം അങ്ങോട്ട് പോയിട്ട് ഒരു ചിത്രം വരയ്ക്കാൻ നോക്കുക കേട്ടോ. എന്താണ് സമഭുജ ത്രികോണ സ്തംഭം? അങ്ങനെ കേൾക്കുമ്പോൾ ഒന്നും പേടിക്കണ്ട. സ്തംഭം, ഓക്കെ, ഒരു സ്തംഭമാണ്. ത്രികോണ സ്തംഭം, ത്രികോണാണ്. സമഭുജ ത്രികോണം ഒന്നുമില്ല. താഴത്തെ വശങ്ങളൊക്കെ തുല്യമായിരിക്കും. താഴത്തെ എല്ലാ വശങ്ങളും പാദവശങ്ങളൊക്കെ
തുല്യമാണ്. അതാണ് ത്രികോണ സ്തംഭം എന്ന് പറയുന്നത്. പാദവശം 4 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. ഇയാള് 4ആണ്. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഇയാളും 4ആണ്, ഇയാളും 4ആയിരിക്കും. പിന്നെ ഉയരവും നമുക്ക് തന്നിട്ടുണ്ട്. ഉയരം എത്രയാ? ആരതാ ഉയരം? സ്തംഭത്തിന്റെ ഉയരാണ്. ഉയരം 6 സെന്റിമീറ്റർ എന്നതാ. ഇതാണ് ഉയരം എന്ന് പറയുന്നത്, സ്തംഭത്തിന്റെ ഉയരം. അത് 6 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. നമുക്കറിയാം ഏതൊരു സമഭുജ ത്രികോണ സ്തംഭത്തിന്റെയും ഇക്വേഷൻ കാണാൻ നമുക്കറിയാം. നമ്മൾ ഉപയോഗിക്കും വോളിയം ഈക്വൽ ടു പാദപരപ്പളവ് ഇൻറ്റു ഉയരം. ഇതൊരു ത്രികോണമായത് കൊണ്ട് തന്നെ നമുക്കവിടെ ഹാഫ് BH ഉപയോഗിക്കാം. പക്ഷെ നോക്കടാ, പാദപരപ്പളവാണ്. പാദപരപ്പളവ് അടിയിൽ വെറും ത്രികോണമല്ല, ഒരു സമഭുജ ത്രികോണാണ്. സമഭുജ ത്രികോണത്തിന്റെ ഏരിയ കാണാൻ നമുക്കറിയാം. എന്താണ്? a സ്ക്വയർ √3/4 ആണ് പാദപരപ്പളവ് എന്ന് പറയുന്നത്. ആരത്? സമഭുജ ത്രികോണത്തിന്റെ. ഹാഫ് BH ആണെങ്കിൽ ഉപയോഗിക്കാം. നമ്മൾ ഹാഫ് BH ഉപയോഗിക്കുമ്പോ എന്താ പ്രശ്നം എന്നോ? H നമ്മൾ കാണാൻ നിൽക്കണം. H ഇവിടെ ഉണ്ടോ? ബേസ് ഉണ്ട്, H ഉണ്ടോ? H കാണണം. അല്ലെങ്കിൽ H നമുക്ക് a√3/2 ആണെങ്കിൽ ഉപയോഗിക്കാം. നമ്മളിപ്പോ അതിനൊന്നും നിൽക്കുന്നില്ല. നമ്മൾ ഡയറക്റ്റ് നമുക്ക് സമഭുജ ത്രികോണത്തിന്റെ പാദപരപ്പളവ് നമുക്കറിയാം. a സ്ക്വയർ √3/4 ആണ്. a എന്ന് പറയുന്നത് ത്രികോണത്തിന്റെ ഒരു വശവും ആണ് അല്ലെ? പാദപരപ്പളവ് നമ്മൾ അതേപോലെ എഴുതി. ഉയരം എഴുതണ്ടേ? ഉയരവും നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട് 6 സെന്റിമീറ്റർ എന്ന്. ഓക്കെ, 6 നമ്മൾ എഴുതി കഴിഞ്ഞു. എക്ക് നമ്മൾ വാല്യൂ കൊടുക്കുക. എ എന്ന് പറയുന്നത് 4 ആണ്. അപ്പൊ 4 സ്ക്വയർ എന്ന് വരും. 4 സ്ക്വയർ √3 താഴെ ഒരു 4 ഉണ്ട്, അതും എഴുതി, ഇൻറ്റു 6 ഉണ്ട്. ഓക്കെ ആണോ? എടാ, ഈ 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? 4 × 4 അല്ലേ 4 സ്ക്വയർ എന്ന് പറയുന്ന ആള്? താഴെ ഒരു 4 ഉണ്ട്. ഈ 4ഉം ഈ 4 സ്ക്വയറിലെ ഈ സ്ക്വയറും നമുക്ക് കട്ട് ചെയ്തൂടെ? കട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ലാസ്റ്റ് വരും 4√3 × 6 എന്ന് വരും. ലാസ്റ്റ് 4 × 6 24 ആണ്. 24 ഒരു √3 കൂടി അതിന്റെ കൂട്ടത്തിലുണ്ട്, √3. ഉത്തരം കഴിഞ്ഞോ? കഴിഞ്ഞിട്ടില്ല. നമുക്ക് എന്താ യൂണിറ്റും കൂടി എഴുതണം, സെന്റിമീറ്റർ ക്യൂബ്. സാറല്ലേ പറഞ്ഞത്? അപ്പോ ഏതൊരു ത്രികോണ സ്തംഭത്തിന്റെയും വ്യാപ്തം കാണാൻ ഹാഫ് BH ഇൻറ്റു വലിയ H ആണെന്ന്. മക്കളെ നോക്കടാ, ഇയാളൊരു സമഭുജ ത്രികോണാണ്. നമ്മൾ ശ്രദ്ധിക്കണം, സമഭുജ ത്രികോണ ആണ്. അതുകൊണ്ടാണ് നമ്മൾ a² √3/4 എന്ന് എഴുതിയുള്ളത്. ഓക്കെ.